ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു പുതിയ ചെടി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയും. റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധം. അതിനേക്കാളും കൂടുതൽ ഒത്തിരി ഗുണങ്ങളുണ്ടെന്നാണ് ഇതിന് പറയുന്നത്. ഗുണങ്ങൾ ഒത്തിരി ആൻറ്റി ഓക്സിഡും ഒത്തിരി വൈറ്റമിൻസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കാരണമാണ് ഞാനിത് മേടിച്ചിപ്പോൾ ഇവിടെ ടെറസിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. പണ്ട് നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു റോസ്മേരി ചെടി ഉണ്ടായിരുന്നു. ഞാനൊരു നഴ്സറി ചെന്നപ്പോഴത്തേക്കും റോസ്മേരി കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു റോസ്മേരി മേടിച്ചുകൊണ്ട് വന്നു. അന്ന് ഞാൻ മേടിച്ചപ്പോൾ 150 രൂപയായി കേട്ടോ. ഇന്ന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഈ റോസ്മേരി 40 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഈ റോസ്മേരി ഞാൻ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ TV ഒക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും അതിനകത്ത് പലരുടെയും ഫുഡിൻ്റെ ചാനൽ കാണുമ്പോഴത്തേക്കും അതിൽ റോസ്മേരി ലീഫുകൾ ഇടുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ റോസ്മേരി എന്താണെന്നും അങ്ങനെ ഞാനിത് അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് ഒരു നഴ്സറിയിൽ നിന്ന് അന്ന് കിട്ടിയത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കുറുമ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെജിറ്റബിൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറുമയുടെ അകത്തൊക്കെ ഇതിൻ്റെ 2 ഇല കേട്ടോ, കൂടുതലൊന്നും ഇടരുത്, 2 3 ഇലയിൽ കൂടുതൽ ഇടരുത് കേട്ടോ ചെറിയൊരു കറിയിൽ. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. എനിക്കൊരു 2 3 ഇലയൊക്കെ തന്നെ മതി ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴും തപ്പി പിടിച്ച് പോയി മേടിച്ചത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കത്തൊരു നഴ്സറി ചെന്നപ്പം അവിടെ ഇത് ഇരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചത് റോസ്മേരി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതെ റോസ്മേരി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം വേണം. അങ്ങനെ വില ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു 10 100 രൂപയ്ക്ക് മേളിൽ പോകുമായിരിക്കും എന്ന് ഓർത്ത് ചോദിച്ചപ്പോൾ 40 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരെണ്ണം കൂടി മേടിക്കാമായിരുന്നു എന്ന്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ ടെറസിലാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയിലല്ല, നമുക്ക് അങ്ങനെ അധികം വലിയ ഇതായിട്ട് പിടിച്ച് കിട്ടില്ല. പിന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇവിടത്തേക്ക് ചൂടിൽ എങ്ങനെയാവുമെന്നും എനിക്കറിയില്ല. ഇവൻ വിദേശിയാണല്ലോ ഈ ചെടി. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സാധാ മണ്ണ് ഞാൻ ഇതിനകത്ത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ശകലം കടലപ്പിണ്ണാക്കിൻ്റെയൊക്കെ കൂടി ഇട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ചൊരു മണ്ണാണ്. അടിയിൽ കരിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇപ്പം മല്ലിയില പുതിനയില അങ്ങനെയുള്ള കറികളിലിടുന്ന സുഗന്ധം ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന 2 3 തരം സാധനങ്ങൾ ഇപ്പം നമ്മുടെ ടെറസിൻ്റെ മുകളിലായല്ലോ. അപ്പോൾ ഇതും കൂടി ആ കൂടത്തിൽ ഇരിക്കട്ടെ, പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഒരിത് നമ്മുടെ വീട്ടിലെ മണ്ണ് പോലത്തെ മണ്ണാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ റോസ്മേരി വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ആ നഴ്സറിയിൽ അവർ വെച്ചേക്കുന്നത് നല്ല ഇളക്കമുള്ള മണ്ണിൽ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് അതിൻ്റെ അടിയിൽ നിന്ന് അധികമൊന്നും എടുത്ത് കളയേണ്ടി വന്നില്ല. പിന്നെ കയ്യോറ ഉപയോഗിച്ചിട്ടില്ല. അതിനെന്നെ ആരും ഒന്നും പറയരുതും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കയ്യോറ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ പണി നടക്കില്ല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കയ്യോറ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം റോസ്മേരി അങ്ങനെ ഞാൻ വെച്ചു. ഇനി അടുത്തതേ, ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വീഡിയോയിൽ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ പയറിന് മൂഞ്ഞ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വിനാഗിരിയും ലിക്വിഡ് സോപ്പൊക്കെ ഉപയോഗിച്ചൊരു ഇതെന്നോട് പറഞ്ഞു ആ കുട്ടി. അപ്പം ഞാൻ എന്നാൽ അത് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ പയർ ഞാൻ ചൂടേ ചെത്തി കളഞ്ഞിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും എനിക്ക് അവിടെ ഒരു അമരയുണ്ട്. ആ അമരയ്ക്ക് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ട് കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. മൂഞ്ഞ എനിക്ക് പോയി. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഇന്നലെ ആയിരുന്നു. അന്നേരം മഴയായത് കാരണം എനിക്ക് ഇന്ന് പോയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പോയി, ശകലം കൂടിയുണ്ട്. അപ്പോൾ പയർ നിന്ന ഭാഗത്ത് ഞാൻ ഇപ്പോൾ പടവലം വെച്ചു. ഞാൻ വിചാരിച്ചേ ഈ മൂഞ്ഞ അധികം ഉള്ളത് കാരണം അതിൻ്റെ ആ കുഞ്ഞ് പുതിയതായിട്ട് വരുന്ന പൂവും എന്നതാ അങ്ങനെ മൊത്തം മൂഞ്ഞ കയറി ആകെ ഒരു എനിക്ക് തന്നെ ഒരു അറപ്പ് ആ പയറെടുക്കാൻ. അത് കാരണം ഞാനത് ചെത്തിക്കളഞ്ഞത്. പിന്നെ പകരം ആ പയർ പോയെങ്കിലും ഞാൻ പകരം വേറെ ഒരു 10 പയർ ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അത് 2 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഗ്രോ ബാഗിലോട്ട് മാറ്റാൻ പറ്റും. നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അതൊരു സന്തോഷമുണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ തന്നെ പയറിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചതാണ് ഞാനിപ്പം മുളപ്പിച്ച് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ ദേ ഈ അമര പൂത്തപ്പോഴത്തേക്കും ഈ പൂവിൽ നിറച്ചും ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിനെ അടിച്ചു. പക്ഷേ പറയാമല്ലോ കന്നിമാസം അല്ല ചിങ്ങം പോകുന്നതുകൊണ്ടായിരിക്കും രാത്രിയിൽ മഴ പെയ്തപ്പോഴത്തേക്കും മുഴുവൻ പോയി കേട്ടോ, ഒലിച്ചു പോയി നമ്മൾ അടിച്ച
വിനാഗിരിയൊക്കെ, എങ്കിലും നന്നായിട്ട് മൂഞ്ഞു പോയി. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ തക്കാളിയാണ്. അപ്പോൾ തക്കാളിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 തക്കാളിയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. സാധാരണ എൻ്റെ തക്കാളി അങ്ങനെ ഞാൻ തക്കാളി ചെടിയെ നിർത്തി പഴുപ്പിക്കുന്ന ഒരാളല്ല. അപ്പോൾ മോൻ പറഞ്ഞു അവന് ഇങ്ങനെ തക്കാളി പഴുത്ത് കാണണം, അങ്ങനെ കുറേ പഴുത്ത് കിടക്കട്ടെ, ചില വീഡിയോസിലൊക്കെ നിറച്ചും പഴുത്ത് നിൽക്കും, അമ്മ മാത്രമേ പഴുപ്പിക്കാതെ ഉള്ളെന്നൊക്കെ പറഞ്ഞ കാരണം അവൻ്റെ ആഗ്രഹത്തിന് നിർത്തിയേക്കുക. എന്നാന്ന് വെച്ചാൽ ആഗ്രഹത്തിന് അവരെ നിർത്തിയെന്ന് പറഞ്ഞാലും വിധത്തിൽ നിന്ന് അധികം പഴുത്ത് ഇതാകുമ്പോഴത്തേക്കും മറ്റ് കിളികൾ ഇഷ്ടം പോലെ താഴത്ത് എനിക്ക് പേരയുള്ളത് കാരണം, പേരയും സപ്പോർട്ടയൊക്കെ ഉള്ളത് കാരണം കിളികൾ വരും, പിന്നെ കൊത്തും. ഇതുമേലും കൊത്തി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ തക്കാളി. ഇത് പല പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ പഴുത്തു. ഇതിൽ 3 ചുവട് നമ്മുടെ ആപ്പിൾ തക്കാളിയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയ തക്കാളികളാണ്. എന്തായാലും എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ഒരു തക്കാളിയെ വെച്ച് പിടിപ്പിക്കാവുള്ളൂ കേട്ടോ. ഞാനൊരു ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ച് പിടിപ്പിച്ചു. കാരണം വെച്ചാൽ തക്കാളി തൈ ഒത്തിരി എൻ്റെ കയ്യിൽ വന്നു, പക്ഷേ എനിക്ക് വെക്കാൻ ഗ്രോ ബാഗ് ഇല്ല. ഞാൻ എന്ത് ചെയ്തു, 2 എണ്ണം വെച്ചങ്ങ് വെച്ചു. പക്ഷേ അതിൻ്റെ വളർച്ചയിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾ പോരാഞ്ഞിട്ടായിരിക്കാം അതങ്ങനെ വരുന്നത്. അപ്പം ഇതെൻ്റെ സ്നോബലാണ് കേട്ടോ. എൻ്റെ സ്നോബലല്ല, എൻ്റെ മകളുടെ സ്നോബലാണ്. അവളും അവനുമാണ് ഭയങ്കര കൂട്ട്. പിന്നെ ഞാൻ കയറി മേളിലോട്ട് രാവിലെ പോരുമ്പോൾ പുള്ളി എൻ്റെ കൂട്ടത്തിൽ മൊത്തം ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് വരും. എലീനെയും പല്ലീനെയും എല്ലാത്തിനെയും പുള്ളി പിടിച്ചോളും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോയ്ക്ക് മേളിൽ തക്കാളി നമുക്ക് കിട്ടി. ഇപ്പോൾ കുറച്ച് ദിവസമായിക്കൊണ്ട് നമ്മളുടെ ടെറസിൽ നിന്ന് ഞാൻ ഒരു നേരത്തെ ഒരു കറിക്കുള്ള സംഭവം ഞാൻ ടെറസിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കണം.